Hi dear students, all of you, welcome. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞു. ഡയമെൻഷണൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്ന പുതിയൊരു ടോപ്പിക്കാണ്. നമ്മുടെ ചാപ്റ്റർ നമുക്കറിയാം മെഷർമെൻ്റ് ആണ് അല്ലേ, അളക്കുക. അപ്പോൾ അളക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം മെഷർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി അല്ലെങ്കിൽ വോളിയം ഓഫ് എ ബോഡി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അതിൽ എങ്ങനെയായാലും ഒരു എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എററുകളും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ആക്യുറേറ്റായ അതായത് കൃത്യമായ വാല്യൂ കിട്ടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ് എറർ, അതുപോലെ തന്നെ എന്താണ് ആക്യുറസി, ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കൃത്യത, കൃത്യമായത്, ആക്യുറേറ്റായ വാല്യൂ എന്ന് പറഞ്ഞാൽ കൃത്യമായ വില അല്ലേ. ഇനി അതുപോലെ തന്നെ വേറൊന്നാണ് എറർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഭൂഗുരുത്വാകർഷണ ത്വരണം, അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ G. അതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമ്മൾക്ക് നമ്മുടെ ലബോറട്ടറികളിൽ, നമ്മുടെ സ്കൂളിലൊക്കെ ലാബിൽ നമ്മളിനി ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലൊക്കെ സെക്കൻഡ് ഇയറിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ലാബിലുള്ള, അതായത് നമ്മുടെ ക്ലാസ് റൂമിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഡിവൈസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് വാല്യൂ കിട്ടണമെന്നില്ല. അപ്പോൾ ഒരാൾക്ക് കിട്ടിയത് 9.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, വേറൊരാൾക്ക് കിട്ടിയത് 9.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, G എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ അതിന് നമ്മൾ പറയും ട്രൂ വാല്യൂ, യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്നാൽ ഇവിടെ രണ്ട് കുട്ടികൾ ചെയ്തത് 9.7ഉം 9.5ഉം, ഇതിനെ നമ്മൾ പറയും കുട്ടികൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് മെഷേർഡ് വാല്യൂ. അതായത് അളന്ന് കണ്ടുപിടിച്ചത്, കുട്ടികൾ മെഷർ ചെയ്ത് അളന്ന് കണ്ടുപിടിച്ചതാണ് ഈ കിട്ടിയത്, രണ്ട് കുട്ടികൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥ വാല്യൂ, അതായത് ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആക്യുറസി അതുപോലെ എറർ അപ്പോൾ എന്താണെന്നുള്ളത് പഠിക്കുന്നത്. അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ക്ലോസ്നെസ് ഓഫ് മെഷേർഡ് വാല്യൂ വിത്ത് ട്രൂ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്യുറസി. ക്ലോസ്നെസ് എന്ന് പറഞ്ഞാൽ അടുപ്പം, ക്ലോസ്നെസ് ഓഫ് മെഷേർഡ് വാല്യൂ വിത്ത് ട്രൂ വാല്യൂ. യഥാർത്ഥ വിലയോട് എത്ര അടുത്തിട്ടാണ്, എത്ര ക്ലോസ് ആയിട്ടാണ് മെഷേർഡ് വാല്യൂ, അത് പറയുന്നതാണ് ആക്യുറസി. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ ആൾ കണ്ടുപിടിച്ച വാല്യൂ 9.7 ആണ്, അത് 9.8മായി അടുത്താണ്. ഏതുമായി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആൾ കണ്ടുപിടിച്ച വാല്യൂ ആയ 9.5, 9.5ൽ നിന്ന് 9.8ലേക്ക് എത്താൻ 0.3 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ കുറച്ച് അടുപ്പം കുറവാണ്, അതായത് വളരെ ക്ലോസ്ഡ് ആയിട്ടാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ 9.7 9.1 ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ മോർ ആക്യുറേറ്റ്, കൂടുതൽ ആക്യുറസി ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 9.7 ആണ്. ഇങ്ങനെ പറയുന്നതാണ് ആക്യുറസി. ഓക്കെ, ഇനി എറർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് എറർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ.
അതായത് യഥാർത്ഥ വിലയും നമ്മൾ അളന്ന് കണ്ടുപിടിച്ച വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എറർ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒന്നാമത്തെ ആളുടേത് 9.7 ആണ് അല്ലേ, ഒന്നാമത്തെ ആളുടേത് നമ്മൾ A1, രണ്ടാമത്തത് A2. അപ്പോൾ A1 A2 നോക്കുക, ഇവർക്ക് തമ്മിലുള്ള എറർ എങ്ങനെ കണ്ടുപിടിക്കുക? ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ അല്ലേ. ട്രൂ വാല്യൂവിൽ നിന്ന് എന്ത് ചെയ്യുക? മെഷേർഡ് വാല്യൂ മൈനസ് ചെയ്യുക. 9.8 മൈനസ് 9.7. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആൾക്കുണ്ടായ എറർ കിട്ടി. അതുപോലെ രണ്ടാമത്തെ ആൾക്കുണ്ടായ എറർ കണ്ടുപിടിക്കണമെങ്കിൽ 9.8 മൈനസ് 9.5. ഓക്കെ, അപ്പോൾ ഇതാണ് എറർ എന്ന് പറഞ്ഞാൽ. ഈ എറർ പല ടൈപ്പ് ഉണ്ട്. എറർ നമ്മൾക്ക് 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഓക്കെ, ഒന്നാമത്തേത്. ഇനി അതുപോലെ രണ്ടാമത്തെ എററാണ് റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സ്. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സും ഉണ്ട്, അതുപോലെ റാൻഡം എറേഴ്സും ഉണ്ട്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എറർ ഉണ്ടാവാനുള്ള കാരണം നമ്മൾക്ക് അറിയുന്നതായിരിക്കും. അതായത് ഇവിടെ നമ്മൾക്ക് നോൺ കോസസ്, നമുക്കറിയുന്ന കാരണങ്ങൾ മൂലമായിരിക്കും എന്തുണ്ടാവുക? സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ സിസ്റ്റമാറ്റിക് എറേഴ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ഇൻസ്ട്രുമെൻ്റൽ എറർ. അതുപോലെ രണ്ടാമത്തേതാണ് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. മൂന്നാമത്തേതാണ് പേഴ്സണൽ എറർ. പേഴ്സണൽ എറർ. അതുപോലെ നാലാമത്തേതാണ് എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ്. എക്സ്റ്റേണൽ കോസസ്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ഒരു എറർ ഉണ്ടാവാനുള്ള കാരണം നമുക്ക് അറിയാൻ പറ്റും. നോൺ കോസസ്, അറിയുന്ന കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അതിലൊന്നാമത്തതാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്, ആ ഇൻസ്ട്രുമെൻറ്റിന് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ മൂലം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ സ്കെയില്, അതല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് വാച്ച്, അതിനുള്ള എറർ മൂലം അതിനുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന എററാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. അത് സിസ്റ്റമാറ്റിക് എറേഴ്സിൽ വരുന്നതാണ്. ഇനി അടുത്തത് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ പെർഫെക്റ്റായി ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന എറർ. അതുപോലെ പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മൂലം ഉണ്ടാകുന്ന, വ്യക്തിയുടെ ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പേഴ്സണൽ എറർ. എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാരണങ്ങൾ മൂലം. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അതിൻ്റെ ചുറ്റുപാടുള്ള പ്രഷർ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് വരിക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് എററാണ് എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ്. ഇത് 4 സിസ്റ്റമാറ്റിക് എറേഴ്സ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എറേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതൊന്നുമല്ല. പിന്നെ അതുപോലെ അടുത്തത് വരുന്നതാണ് റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സ് ഇവിടെ നോൺ കോസസ് ആണ്, എന്നാൽ ഇവിടെ നമ്മൾക്ക് അൺനോൺ കോസസ്, നമുക്കറിയാത്ത കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? റാൻഡം എറേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഈ റാൻഡം എറേഴ്സ് നമ്മൾക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ G = 9.8 m/s². ആണ്. എന്നാൽ അത് ഒരാൾ മെഷർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 9.7 ആണ്, അടുത്ത ആൾ കിട്ടിയത് 9.5 ആണ്. ഇനി വേറെ ആൾക്ക് കിട്ടുമ്പോൾ 9.7 ആയിരിക്കാം, ചിലപ്പോൾ 9.6 ആയിരിക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന എറർ, ഇതിനുള്ള കോസ് എന്താണെന്ന് ഇതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയുള്ള എറേഴ്സിനെ പറയുന്നതാണ് റാൻഡം എറേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ റാൻഡം എറേഴ്സ് നമ്മൾ എങ്ങനെയാണ് അത് മിനിമൈസ് ചെയ്യുക? ഈ റാൻഡം എറേഴ്സ് എങ്ങനെ നമുക്ക് കുറക്കാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മീൻ വാല്യൂ കാണുക. ഇപ്പോൾ രണ്ടാൾക്ക് കിട്ടിയത് 9.7 ആണ്, രണ്ടാൾക്ക് കിട്ടിയത്, ഫസ്റ്റ് ആൾക്ക് കിട്ടിയത് 9.7 ആണ്, രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് 9.5 ആണ്. അപ്പോൾ നമ്മളിതിൽ കറക്റ്റ് ചെയ്തെടുക്കുക. അവിടെ നമ്മൾ മീൻ വാല്യൂ കാണുക. മീൻ വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? രണ്ടും കൂടി തമ്മിൽ പ്ലസ് ചെയ്യുക.
രണ്ട് വാല്യൂ ഉള്ളതുകൊണ്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റാൻഡം എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ഫൈൻഡിങ് ദി മീൻ വാല്യൂ. മീൻ വാല്യൂ കണ്ടിട്ടാണ് ഇത് നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് മീൻ വാല്യൂവിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളോട് ഒരു വയറിൻ്റെ ഒരു ചെറിയ വയർ തന്നിട്ട് അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഡയമീറ്ററുകളൊക്കെ മെഷർ ചെയ്യാനാണ് പല ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. നമ്മളിനി സെക്കൻഡ് ഇയറിലൊക്കെ പിന്നെ സ്ക്രൂ ഗേജ്, അതുപോലെ തന്നെ വെർനിയർ കാലിപ്പർ, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ വയർ അല്ലെങ്കിൽ സ്ഫിയർ, അതിൻ്റെയൊക്കെ റേഡിയസ് അതുപോലെ ഡയമീറ്ററൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മളൊരു 5 പ്രാവശ്യം ചെയ്താൽ 5 വാല്യൂ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഏത് വാല്യൂ എടുക്കും? അവിടെ എററുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കും? അവിടെയാണ് നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്. മീൻ വാല്യൂ അപ്പോൾ നമ്മളൊരു ചെറിയൊരു വയർ, ഒരു കോപ്പർ വയർ, അതിൻ്റെ ഡയമീറ്റർ കിട്ടിയത് 5 രീതിയിലാണ്. ഒന്നാമത്തെ വാല്യൂ നമ്മൾ A1 എന്ന് കൊടുക്കുകയാണ്, രണ്ടാമത്തത് A2, മൂന്നാമത്തത് A3. ഓക്കെ, ഇങ്ങനെ ഒരു 100 പ്രാവശ്യം ചെയ്തെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A4 ഇങ്ങനെ എക്സെട്ര AN വരെ ചെയ്തെന്ന് കരുതുക. അപ്പോൾ ഇവിടെ നമ്മൾ മീൻ വാല്യൂ എങ്ങനെ കാണും? സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? മീൻ വാല്യൂവിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, A mean ഈക്വൽ ടു, നമ്മളെന്ത് ചെയ്യുക? നമ്മൾക്കൊരു 10 വാല്യൂ എന്നുണ്ടെങ്കിൽ ആ 10 തമ്മിൽ പ്ലസ് ചെയ്യുക. എന്നിട്ട് 10 എണ്ണമാണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി 50 എണ്ണമാണെങ്കിൽ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 എണ്ണമാണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജനറലായിട്ട് എങ്ങനെ എഴുതാം? A mean ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ഡിവൈഡഡ് ബൈ N അല്ല. N എന്ന് പറഞ്ഞാൽ എത്രയാണോ? 10 എണ്ണമാണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 പ്ലസ് A6 പ്ലസ് A7 പ്ലസ് A8 പ്ലസ് A9 പ്ലസ് A10 ഡിവൈഡഡ് ബൈ 10. 10 വാല്യൂ ആണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ മീൻ വാല്യൂ, ആവറേജ് വാല്യൂ ഒക്കെ കാണുന്നത് എങ്ങനെയാണ് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് മീൻ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിനി ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ചെയ്യും. എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന എറർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? എറർ കണ്ടുപിടിക്കാൻ, എറർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന എററിനെ നമ്മൾ പറയുന്നതാണ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മീൻ വാല്യൂവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് A mean എന്നാണ്. ഓക്കെ, അപ്പോൾ എറർ വരുമ്പോൾ നമ്മൾ എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ വാല്യൂ. നമ്മൾക്ക് ഇവിടെ ഒരു മീൻ വാല്യൂ ഇങ്ങനെ ഈ ഇക്വേഷൻ വെച്ച് കിട്ടും. ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ വാല്യൂ ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒന്നാമത്തത്, ഇവിടെ ഇൻഡിവിജ്വൽ വാല്യൂ എത്ര ഉണ്ട്? A1, A2, A3 ഇങ്ങനെ ഇതിന് ഓരോന്നിനെയും നമ്മൾ പറയുന്നതാണ് ഇൻഡിവിജ്വൽ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒന്നാമത്തെ ആളുടെ അബ്സല്യൂട്ട് എറർ, അതായത് നമ്മൾ അബ്സല്യൂട്ട് എറേഴ്സിന് അല്ലെങ്കിൽ എറേഴ്സ് കൊടുക്കുമ്പോൾ നമ്മളവിടെ ആ വാല്യൂവിൻ്റെ കൂടെ ഡെൽറ്റ എന്നുള്ളൊരു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. എറർ വളരെ ചെറുതായിരിക്കും അല്ലേ? എറർ പറഞ്ഞാൽ വളരെ ചെറിയ എന്തെങ്കിലും ഒരു വാല്യൂവിൻ്റെ വ്യത്യാസമാണ് എറർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡെൽറ്റ, ഒന്നാമത്തെ ആളതായതുകൊണ്ട് ഡെൽറ്റ A1. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ വാല്യൂ ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് എടുക്കണം. കാരണം എററിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, നെഗറ്റീവ് വരികയാണെങ്കിൽ ആ നെഗറ്റീവ് നമ്മൾ ഒഴിവാക്കണം. മാത്സിലൊക്കെ പഠിക്കുന്നുണ്ട് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്, 2 ലൈനിൻ്റെ ഉള്ളിലാണ് മോഡുലസ് ആയിട്ട്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. അതായത് മൈനസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ഒഴിവാക്കിയിട്ട് എഴുതുക. ഇപ്പോൾ അതാ ഡെൽറ്റ A1, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ A1 ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ വാല്യൂ എന്താണ്? നമ്മളെങ്ങനെ എഴുതുന്നത്? A mean അല്ലേ? A mean മൈനസ് ഇൻഡിവിജ്വൽ വാല്യൂ.
ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ വാല്യൂ ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂ. ഇൻഡിവിജ്വൽ വാല്യൂ ഏതാണ്? ഒന്നാമത്തിൻ്റെ നമ്മൾ A1ൻ്റെ ഡെൽറ്റ A1 എന്നാണ് ഇവിടെ A1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ മോഡുലസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എ മീൻ അതായത് 7 - 9 ഇങ്ങനെയൊക്കെ വരികയാണെന്ന് കരുതുക. ചിലപ്പോൾ നമ്മൾക്ക് എറർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഉദാഹരണമായിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G = 9.8 ആണ്. ഒരാൾക്ക് എന്ത് കിട്ടി? 9.9 കിട്ടിയെന്ന് കരുതുക. 9.9. അപ്പോൾ അവിടെ എന്തായി? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.1 ആണ്, പക്ഷേ അത് മൈനസ് ഉണ്ടാവും. കാരണം എന്താണ്? എറർ കുറച്ചുകൂടി കൂടുതലായിട്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ മൈനസ് എന്നുള്ളൊരു വാല്യൂ വരും. ആ മൈനസിനെ നമ്മൾ ഒഴിവാക്കണം. അതിനാണ് നമ്മൾ മോഡുലസ് എന്ന് എഴുതിക്കുന്നത്. മൈനസ് നമ്മൾ എററിൽ എഴുതേണ്ട ആവശ്യം ഇല്ല. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളുടേതാണെങ്കിൽ രണ്ടാമത്തെ ആളുടെ ഇയാളുടെ എറർ കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് ഡെൽറ്റ A2 = എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ വാല്യൂ ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂ. രണ്ടാമത്തെ ആളുടെ A2 അല്ലേ? ഇങ്ങനെ ഇനി അടുത്തത് ഡെൽറ്റ A3. മോഡുലസ് ഓഫ് ഡെൽറ്റ A3 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് A മീൻ മൈനസ് A3. ഇനി ലാസ്റ്റ് AN ആണെങ്കിലോ മോഡുലസ് ഓഫ് ഡെൽറ്റ AN. എറർ അവിടെ എന്തായിരിക്കും? മോഡുലസ് ഓഫ് A മീൻ മൈനസ് AN. ഇങ്ങനെ ഇരുന്നാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ അബ്സല്യൂട്ട് എറർ കിട്ടിക്കഴിഞ്ഞാൽ ഇതാ ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 ഇങ്ങനെയുള്ള അബ്സല്യൂട്ട് എറേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീൻ വാല്യൂ അതിനെ നമ്മൾ പറയുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, മീൻ അബ്സല്യൂട്ട് എറർ മീൻ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം മീൻ വാല്യൂ തന്നെ A മീൻ ആണ്. അപ്പോൾ മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എറർ വരുമ്പോൾ ഡെൽറ്റ കൊടുക്കണം. ഡെൽറ്റ A മീൻ. ഈ മീൻ എന്നുള്ളത് താഴെ എഴുതുക. ഓക്കെ, ഡെൽറ്റ A മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ മീൻ എടുക്കുക. ഒന്നാമത്തെ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ A1 പ്ലസ് അടുത്തത് ഡെൽറ്റ A2 പ്ലസ് എക്സെട്ര പ്ലസ് നമുക്ക് ലാസ്റ്റത്ത് ജനറലായിട്ട് എന്ത് കൊടുക്കണം? ഡെൽറ്റ AN ഡിവൈഡഡ് ബൈ N. അതായത് അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ മീൻ വാല്യൂവിനെയാണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇക്വേഷൻസൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കുക. നമ്മളിനി ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്കിത് കൂടുതൽ വ്യക്തമാവുക. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ പഠിക്കുന്ന ഒന്നാണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വാല്യൂവിനെയും അതുപോലെ മീൻ അബ്സല്യൂട്ട് എററിനെയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. റിലേറ്റീവ് എറർ ഈക്വൽ ടു ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ. റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു മീൻ വാല്യൂ. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ A മീൻ ബൈ A മീൻ രണ്ടും തമ്മിലുള്ള റേഷ്യോ അംശബന്ധമാണ്. റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു മീൻ വാല്യൂ. അപ്പോൾ നമ്മളിത് ഇനി എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് പരിചയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റീവ് എറർ. അതുപോലെ വേറൊന്നാണ് പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശതമാനം അല്ലേ? പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിലേറ്റീവ് എററിനെ പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പേഴ്സൻറ്റേജ് പറയുമ്പോൾ അതാണ് പെർസെൻറ്റേജ് എറർ. അതായത് റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ A മീൻ ഡിവൈഡഡ് ബൈ A മീൻ. ഇതിനെ നമ്മൾ പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് എറർ. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് എററിനെ പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് എററായി. അപ്പോൾ നമ്മൾക്കിവിടെ മീൻ വാല്യൂ അതുപോലെ മീൻ അബ്സല്യൂട്ട് എറർ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് ലാസ്റ്റ് ഒരു ഫൈനലായിട്ടുള്ളൊരു ഇക്വേഷനാണ് കോട്ടഡ് വാല്യൂ. കോട്ടഡ് വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ മീൻ വാല്യൂ അതായത് A മീൻ അതിൻ്റെ കൂടെ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾക്ക് കിട്ടിയ അതിൻ്റെ എറർ. ഇപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിൻ്റെ മീൻ വാല്യൂ കിട്ടി. പിന്നെ നമുക്കതിൻ്റെ എററും കണ്ടുപിടിക്കാം. അത് രണ്ടും ഒരുമിച്ച് ചേർത്ത് എഴുതുന്നതാണ് എന്ത്? കോട്ടഡ് വാല്യൂ. അതായത് കോട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ A മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A മീൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മീൻ വാല്യൂ 9.7 എന്ന് കിട്ടിയെന്ന് കരുതുക. അവിടെയാണ് നമുക്കുണ്ടായ എറർ 0.2 ആണെന്ന് കരുതുക.
അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ലാസ്റ്റ് എഴുതുന്നതാണ് കോട്ടഡ് വാല്യൂ. എങ്ങനെ എഴുതുക? ആദ്യം മീൻ വാല്യൂ എഴുതുക 9.7 പ്ലസ് ഓർ മൈനസ് എറർ എന്താണ്? ഡെൽറ്റ എ മീൻ, അതായത് ഇവിടെ 0.2. ഇതിനെയാണ് നമ്മൾ കോട്ടഡ് വാല്യൂ എന്ന് പറയുക. ഇങ്ങനെ എഴുതുന്ന രീതി. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മളിനി ഇതിൻ്റെ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും.